രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കുഴക്കട്ട ഉണ്ടാക്കുന്നത് നമ്മുടെ ഗോതമ്പ് പൊടിയും കൊണ്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫില്ലിങ് ഞാനൊരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കുന്നത്. ആദ്യം കുറച്ച് അവലെടുത്തിട്ട്, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തേങ്ങ നമുക്ക് അത് ഒത്തിരി അങ്ങ് വേണ്ട. അപ്പോൾ ആ അവലിൻ്റെ അകത്ത് കുറച്ച് വെള്ളം സ്പൂണിൽ ഇങ്ങനെ കൈ കൊണ്ട് കുടഞ്ഞിട്ട് അതൊന്ന് ഇച്ചിരി ഒന്ന് കുതിർന്നപ്പം അതിലേക്ക് തേങ്ങ, ശർക്കര, ജീരകം, ഏലക്ക പൊടിച്ചത് ഇതെല്ലാം കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് നല്ലൊരു ഫില്ലിങ് പോലെ ഇരിക്കും. അപ്പോൾ അധികം തേങ്ങയും ചേർക്കേണ്ട ആവശ്യം വരത്തില്ല. എനിക്കത് ഇഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് പിള്ളേർക്കും ഇഷ്ടപ്പെട്ട്, കാരണം അതിൻ്റെ അകത്തെ ഫില്ലിങ് നല്ല ഫുള്ളായിട്ടും ഇരിക്കും. അപ്പം ഞാനിങ്ങനെ എല്ലാം ഒന്ന് ഉണ്ടാക്കി ഇഡലി പാത്രത്തിൻ്റെ അകത്താണ് ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേക്കും ചായയൊക്കെ റെഡിയായി. എല്ലാവർക്കും ചായ ഒന്ന് കുടിക്കാൻ എടുക്കട്ടെ. അതിനുശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകിയെടുത്തു. കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം അനന്നുണ്ണേ അരി ഇട്ടിട്ടുണ്ട്. വെളിയിലോട്ട് നോക്കിയുണ്ടേ രാവിലെ കൊതുകിൻ്റെ മരുന്നടിക്കുന്ന വണ്ടി വന്ന്. അപ്പോൾ അത് ഇങ്ങനത്തെ ദിവസം ഈ ദിവസം ഇന്ന് ഇത്തിരി കൊതുക് കൂടുതലായിരിക്കും. കാരണം ഈ അമങ്ങിയിരിക്കുന്ന പമ്മിയിരിക്കുന്ന കൊതുകുകളെല്ലാം അങ്ങ് വെളിയിൽ വരും. അപ്പം ഞാനൊരു ഇന്നലെ കുഞ്ഞ് മത്തി കിട്ടിയായിരുന്നു, അത് വെട്ടി വെച്ചായിരുന്നു. അത് ഇന്ന് വെട്ടാൻ നിന്നിട്ട് തോരനോട് വെക്കുവാണെങ്കിൽ കുറേ സമയമാകുമെന്നും പറഞ്ഞ് ഇന്നലെ സമയം കിട്ടുകയാണെങ്കിൽ അതങ്ങ് വെട്ടി വെച്ച് ഇന്നത് തോരൻ വെക്കാമെന്ന് വെച്ച്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 2 ചെറിയ സവാള, പച്ചമുളക് കീറിയത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇച്ചിരി പീരയ്ക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ സവാള ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ പിള്ളേർക്ക് ഇതിൻ്റെ പീര ഇഷ്ടമാണ്. കഷ്ണം അങ്ങനെ മുള്ള് പേടിച്ച് ഒരാൾ കഷ്ണം അങ്ങനെ കഴിക്കാറില്ല. അതുകൊണ്ട് പീര അവന് ചോറിൻ്റെ അകത്ത് ഇളക്കി കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പീരയ്ക്ക് വേണ്ടി സവാള 2 ചെറുത് ഇങ്ങനെ അരിഞ്ഞിട്ട് പിന്നെ പച്ചമുളകും കീറിയിട്ടെ. ഇപ്പോൾ ഒരു 5-6 മാസത്തിന് മുമ്പിട്ട് മാങ്ങ അച്ചാറിടാൻ മാങ്ങാണ്ടിക്കകത്ത മാംസം ഉണ്ടല്ലേ, അത് ഞാൻ അരിഞ്ഞ് ഫ്രീസറിൽ വെച്ചായിരുന്നു. അത് കുറച്ചേ ഉള്ളൂ, അതും ഇപ്പോൾ എടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി പുളിയും കൂടെ ചേർത്തിട്ടുണ്ട് പുളിക്ക് വേണ്ടി. എന്നിട്ട് ഇതിലേക്ക് ഉലുവാപ്പൊടിയും കൂടെ ഇട്ടിട്ട് കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് അരപ്പിനായിട്ട് ഞാൻ തേങ്ങ, 2 കഷ്ണം വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്ന് ചതച്ചെടുത്തിട്ട് അതുകൂടി ഇതിൻ്റെ അകത്തിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട്, പിന്നെ മീൻ കുറച്ചൊക്കെ ഞാനിങ്ങനെ വരഞ്ഞിട്ടു. ബാക്കി പിന്നെ കുറേ സമയം എടുക്കുമെന്നും പറഞ്ഞായതുകൊണ്ട് ബാക്കി മുറിച്ചതൊന്നുമില്ല, മുറിക്കാൻ വേണ്ടി ഇല്ലാതിരുന്നു, കുഞ്ഞതായിരുന്നു. അതുകൊണ്ട് അതെല്ലാം കൂടെ ഒന്ന് ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് അമക്കി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർക്കണേ. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം ഇതിൻ്റെ ബാക്കി കുറച്ചുകൂടെ മത്തി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഇച്ചിരി സമയമുള്ളത് കൊണ്ട് അതിങ്ങനെ ക്ലീൻ ചെയ്തിട്ട് വെച്ചേക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് പിന്നെ എപ്പോഴേലും ആവശ്യമുള്ളപ്പോൾ എടുക്കാമല്ലേ. കുഞ്ഞു മത്തി, അത് വെട്ടിയെടുക്കാൻ ഒത്തിരി സമയമാകും. അതുകൊണ്ട് ഇന്ന് ഞാൻ അതങ്ങ് വെട്ടിയെടുക്കാമെന്ന് വെച്ച്. അപ്പം മത്തിയെല്ലാം വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ മീൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റിൽ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ വിജീസ് കിച്ചൻ ചാനൽ ഞാൻ ഇട്ടിട്ടുണ്ട്.